നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ വേൾഡ് ടൂർ പോകുമ്പം അച്ഛൻ്റെ അടുത്തായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പം അച്ഛൻ പറയും, താനൊന്ന് പോയിട്ട് ടെസ്നികാൻ്റെ അടുത്ത് ആരാ ഇരിക്കുന്നത് നോക്കിയിട്ടെങ്കിൽ വാ. അച്ഛൻ ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അച്ഛൻ തന്മയത്വമായിട്ട് അച്ഛൻ ഡീൽ ചെയ്യാറുണ്ട് പല കാര്യങ്ങളും. അപ്പം ഞാനും സിദ്ദിഖും ലാലും സൈനിദിനും റഹ്മാനും ഒക്കെ ആയിട്ട് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഒരു ദിവസം ഇങ്ങനെ റഹ്മാൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളെല്ലാം പോയിരുന്നു. പിറ്റേ ദിവസം എന്തായാലും റഹ്മാനെ വിളിക്കാൻ പറ്റില്ല പ്രോഗ്രാമിന് പോകാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടെൻഷനിലായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പെരുമ്പാവൂരെ പ്രോഗ്രാം, റഹ്മാൻ്റെ വീട്ടിൽ കയറി നമ്മൾ കണ്ടിട്ടങ്ങ് പോകാം. എന്നാൽ ശരി, റഹ്മാൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുമെന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ എനിക്കൊരു കത്ത് തന്നിച്ച്, ഇന്ന് റഹ്മാൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞങ്ങൾ റഹ്മാനെ കണ്ടു, ടാറ്റ പറഞ്ഞു, റഹ്മാനെ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു പോകുന്നത്. ഈ കത്തങ്ങ് കൊടുത്തു. അപ്പോൾ റഹ്മാൻ്റെ ഉമ്മക്കാണെങ്കിൽ റഹ്മാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആ കത്തിൽ 2 വരി എഴുതിയിട്ടുള്ളൂ. റഹ്മാൻ്റെ ഉമ്മ മരിച്ചു, ഞാൻ വിവരം അറിഞ്ഞു, അനുശോചിക്കുന്നു. ഒരുപക്ഷെ റഹ്മാൻ്റെ ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് പരിപാടി നടത്താനായിരിക്കും ഉമ്മയുടെ ആഗ്രഹം, അല്ലേ അബേലച്ചൻ. റഹ്മാൻ ഇത് വായിച്ച് മടക്കി വെച്ചിട്ട്, എടാ ഞാനും എന്നോട് പേര് പഠിക്കുന്നു ഇവിടെ മടക്കി വെച്ച് പിറ്റേ ദിവസം പ്രോഗ്രാം നമ്മുടെ ഇവിടെ കൂടി. അച്ഛൻ്റെ ആ വരി 2 വരി അത് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മുടി എഴുന്നേറ്റ് വരും. അപ്പോൾ സജീവേട്ടാ നമുക്ക് തുടങ്ങാം. ഓക്കെ, മണിച്ചേട്ടന് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതിയ ആളാണ്, മണിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതെ, നമുക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് ഒന്ന് പാടിയാലോ? തീർച്ചയായിട്ടും പാടാം. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഞാൻ എഴുതിയിരിക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, കുറച്ച് പാട്ടുകൾ ഹിറ്റായ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, കൊട്ടപ്പം കൊട്ടാങ്ങിള കൊയിലപ്പം വിളിയാങ്ങിള ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. കൊട്ടപ്പം കൊട്ടാങ്ങിള കൊയിലപ്പം വിളിയാങ്ങിള ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. കുഞ്ഞാങ്ങളെ ഞാനറിയില്ല, കുഞ്ഞാങ്ങളെ എന്നറിയില്ല, പാട്ടൊപ്പം പാടാങ്ങിള കുഞ്ഞാങ്ങിള. കട്ടുകറുമ്പി കാതോല മുടിക്കാരി നീ നിന്റെ മുടിയെട് താടി കളിക്കുമ്പം അകനാടും പുറം നാടും തന്താണല്. കുഞ്ഞാങ്ങളെ ഞാനറിയില്ല, കുഞ്ഞാങ്ങളെ എന്നറിയില്ല, പാട്ടൊപ്പം പാടാങ്ങിള കുഞ്ഞാങ്ങിള. അങ്ങനെ ആ പാട്ട്. അതുപോലെ ഇവിടെ ഞാൻ പാടാൻ പോകുന്ന ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മണിച്ചേട്ടന് ഇഷ്ടമുള്ളതും അതും എനിക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗാനമാണ്. കാരണം അത് സിനിമയിലെ MLA മണി 10ാം ക്ലാസ്സും കുസ്തിയും എന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയല്ല, വേറൊരാൾ എഴുതി. നമ്മൾ അദ്ദേഹത്തിനും നമ്മുടെ കലാഭവൻ മണിക്കും അതുപോലെ അബേലച്ചനും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഗാനം. അടിപൊളി. അപ്പം വളരെ അടിപൊളിയായിട്ടുണ്ട്. അതിലിവർ വലിയൊരു സംഭവം കൂടി ഉണ്ട്. കാര്യം നമ്മുടെ കബാലി സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എല്ലാ ചാനലുകാരും വിളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സജീവേട്ടനാണ്. ജാഫർക്ക, എല്ലാവരും കലാഭവനി എന്ന കാര്യം പറഞ്ഞില്ലേ, ഞാനും ഒന്ന് പറയട്ടെ. കലാഭവൻ ഞാൻ ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിൽ ഞാൻ റഹ്മാനക്കാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറൊരു ട്രൂപ്പിൽ വേണ്ടിയിട്ടൊരു പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആ ട്രൂപ്പിൽ എനിക്ക് ചാൻസ് ഇല്ലാതായി. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് എൻ്റെ ഇത് പോയല്ലോ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റഹ്മാനക്കാർ എനിക്കൊരു ട്രൂപ്പിൽ ഒരു ചാൻസ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഈ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ റഹ്മാനക്കാട് യാത്ര പറഞ്ഞ് കയറുമ്പോൾ എൻ്റെ വൈഫ് പറയാണ്, റഹ്മാനക്ക വിളിച്ചായിരുന്നു, ഞാൻ ഇക്കാട്ടൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പിൽ എനിക്കൊരു ചാൻസ് മേടിച്ചു തരാം. അന്ന് അദ്ദേഹം ചോദിച്ചാ, ഞാൻ വിട്ടിട്ട് പോയതാ, 1 കൊല്ലത്തേക്കില്ലായിരുന്നു. ആ വീട്ടിലേക്ക് കയറുമ്പോൾ തിരിച്ചു വെക്കോ വൈഫ്, തിരിച്ചു വെക്കോ, റഹ്മാനക്കാടെ കോള് വന്നായിരുന്നു, നാളെ രാവിലെ അവിടെ പങ്കെടുക്കണം. നോക്കിയപ്പോൾ 9 മണിക്ക് വന്നാൽ മതി. ഞാൻ അവിടെ 8:45 അവിടെ എത്തത്തക്ക രീതിയിൽ വെളുപ്പിന് ചാടിയും കൂടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു, എൽസി ചേച്ചിനെ കാണാൻ പറഞ്ഞു ചെന്നത്. എൽസി ചേച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ എൽസി ചേച്ചി പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെയാ വീട്? ഞാൻ പറഞ്ഞു ഇടുക്കിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഞാൻ പറഞ്ഞു ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യണോ അച്ഛന്ന് പറയും. അല്ലെങ്കിൽ കഴിച്ചോ? അല്ല രാവിലെ വീട്ടിൽ നിന്ന് വന്നാൽ ഇനിയിപ്പം ഇവിടെ 9 മണിക്ക് വരണമെന്ന് പറയും. അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിച്ചേച്ച് വന്നു പറഞ്ഞു. 5 മിനിറ്റുള്ളിൽ വന്നോന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ.
ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മന്നൊന്നും പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ആ വാസം എന്ന് പറയണ അവിടെ നിനക്ക് അറിയാമല്ലോ, അവിടെ കയറി ഒരു ചായ എന്തോ മേടിച്ച് കഴിച്ചു. ഞാൻ പെട്ടെന്ന് ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് കഴിക്കണം, തെറ്റിക്കാൻ പാടില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പിന്നെ അച്ഛനെ കാണാനായിട്ടിരിക്കുമ്പോൾ പ്രസാദിയേട്ടൻ കലാഭവനിലേക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വരിക. അപ്പോൾ ഇദ്ദേഹം കഴിയുമ്പോഴത്തേക്കും ആ ജാഫറെ എന്താ നീ ഇവിടെ? അല്ല ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്ന റഹ്മാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ മനസ്സിലായി? ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് കയറി സംസാരിച്ചു. ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് കയറി സംസാരിച്ച സമയത്ത് എന്നിട്ട് സംസാരിച്ചിട്ട് ഇദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് നീ വന്നടാ എന്ന് പറഞ്ഞ് എന്നെ കയ്യെ പിടിച്ചു വേറെ റൂമിലേക്ക്, ഇവിടെ കാലി റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. നീ ഇപ്പം എന്നാ പുതിയതായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഫ്രീസിയേട്ടൻ്റെ സൗണ്ടാ. അങ്ങനെ പറഞ്ഞേ. അപ്പം സൗണ്ട് ചെയ്യണം, മിമിക്രി ഒന്നും എനിക്ക് അങ്ങനെ അതല്ലോ, എന്നെ ഫ്രീസിയേട്ടൻ്റെ സൗണ്ടാണ്. ഓക്കെടാ ഞാൻ സംസാരിച്ചു. എന്നാലും നീ ഒന്ന് ചെയ്തേ. ഞാൻ ആ എന്നെ ഫ്രേസ് അന്ന് പറഞ്ഞ ഒരു സംഭവം പറയട്ടെ. പറയട്ടെ. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ അതോ സെഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ. അതും ഷൂസിട്ട അല്പുണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയ, വിശ്വനാഥൻ്റെ കൊച്ചി. എന്താ പറയുക? ഓക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഓക്കെ എന്ന് കയറിയിട്ട് പറഞ്ഞു. 4-ാം തീയതി ഈരാറ്റുപേട്ട പരിപാടിയുണ്ട്, അതിന് കലാഭവനിൽ ട്രൂപ്പിൽ പൊക്കോളാൻ പറയുവാണ്. അങ്ങനെ ഞാൻ കലാഭവനിൽ കയറി. ഇനി ചരിത്രമുണ്ട്, ആ ചരിത്രം ഒന്നും ഇച്ചിരി കൂടുതലാണ്. അപ്പൊ അതിന് ഒരു കാര്യം പറയാൻ ഇപ്പൊ ലൈവായിട്ട് പറയാം. ഈ ജാഫർ അന്ന് കലാഭവൻ ജാഫറിന് കലാഭവനിൽ എടുത്തത് ഒരു രാത്രി ഒരു 7 മണിയായപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ ഒരു കോള് വരികയാണ്. ഹലോ മിസ്റ്റർ കലാഭവൻ റഹ്മാനാണോ? ഞാൻ പറഞ്ഞു അതെ. ആരാ? ഞാൻ കലാഭവൻ ജാഫറാണ്. അത് സത്യം. അതുകൊണ്ടാണ് ആ സത്യം. നടന്ന സംഭവം അല്ലാതെ ചുമ്മാ സംഭവമല്ല. നമുക്ക് സന്തോഷം കൊണ്ട് നമ്മൾ വിളിച്ച് പറയുന്നത്. ഇനി അച്ഛനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡൽഹിയിലൊരു ട്രിപ്പ്. ആ ഡൽഹിയിലെ ട്രിപ്പിന് പ്രസാദേട്ടനാണ് ഡയറക്ടറും കാരണം അങ്ങോട്ട് പോകണം. അവിടെ പോയി അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഐറ്റത്തിൽ നീയും ഉണ്ടല്ലോ. ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിന്റെ റെസ്ൽ ചെയ്യുക. ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടെ ഓപ്പറേറ്റർമാരൊക്കെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണതിന്റെ അതിലൂടെ ഇങ്ങനെ ഒരു വട്ടം ഒരു ബാർ റാമ്പ് കെട്ടിയിട്ടില്ലേ, അത് ഒരു ചുടുകഷ്ടിയുടെ വീതിയുള്ളൂ. ഈ കട്ടിയുള്ളൂ. ഈ കട്ടിയുള്ള വീതിയെ കൂടെ ഞാനൊന്ന് ഓടി. അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കൈ കാണിച്ചു. ഇങ്ങനെ കാണിച്ചു. ഞാൻ ഇച്ചിരി അകലേന്ന് വന്നു. അപ്പം അച്ഛൻ എന്നാ അച്ഛോ എന്ന് ചോദിച്ചു. കലാഭവന്റെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ചെയ്ത് കയ്യോ കാലോ ഓടിച്ചിട്ടുണ്ടെങ്കിൽ 5 പൈസ കലാഭവൻ തരികയല്ല. പറഞ്ഞാ തരികയല്ല, സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുക്കേണ്ടി വരും, അറിയാവോ എന്ന് പറഞ്ഞാച്ചാൽ ഞാൻ പറഞ്ഞു. അപ്പം ആദ്യമല്ലേ അച്ഛൻ ശരി അച്ഛോ എന്ന് പറയുമ്പോൾ നന്നായി വരുവോ ഉള്ളൂ. ആ ഒരു വാക്ക് അത് ഇദ്ദേഹം മരിച്ചുപോയി, അങ്ങനോട് ചോദിക്കാനൊന്നും പറ്റുമല്ല. നന്നായി വരുവോ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയാ സ്വഭാവം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ നന്നായി വന്നു.